എന്താ പോവില്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എനിക്കൊന്നും കേക്കണ്ട മഞ്ജു. സ്വന്തം മോളെ പോലെയാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന അവളെ ചതിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സൊന്നു? ഒന്ന് നിർത്തുന്നുണ്ടോ? കൊറേയായി എല്ലാവരും ഞാൻ ചതിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്ത് ചതിയാ നിങ്ങളോടൊക്കെ കാണിച്ചത്? മഹിമയുടെ സർജിക്കൽ നൈഫ് എനിക്ക് കുറ്റ നടന്ന സ്ഥലത്തും തന്നെയാ കിട്ടിയത്, അല്ലാതെ ഞാനത് അവിടെ കൊണ്ടുപോയി ഇട്ടതൊന്നും അല്ല. ഫോറൻസിക് പരിശോധന നടത്തിയിട്ടാ മഹിമയാണ് ആ കൊലപാതകം നടത്തിയെന്ന് തെളിയിച്ചത്. ഇതിൽ ഞാൻ എന്ത് ചതിയാ ചെയ്തേ? മുകുന്ദന്റെ അഭിപ്രായത്തിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എനിക്ക് കിട്ടിയ സർജിക്കൽ നൈഫ് ആരെയും കാണിക്കാതെ ഞാൻ ഒളിപ്പിക്കണമായിരുന്നോ? സർജിക്കൽ നൈഫിലുണ്ടായിരുന്ന വിരലടയാളം മഹിമയുടെയാണെന്ന് താൻ എങ്ങനെ കണ്ടുപിടിച്ചേ? ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവളെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒടിപ്പിച്ച് ആ ഗ്ലാസ് ആരും കാണാതെ അവിടെ നിന്ന് കൊണ്ടേ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അല്ലേ? ഇത് മഹിമയുടെ വിരലടയാളം കിട്ടാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കളിച്ച കളിയാ. അതിനെ ചതിയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. അത് മാച്ച് ആയില്ലെങ്കിൽ മഹിമയെ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. വെറുതെ പറയല്ലേ മഞ്ജു. മഹിമ തന്നെ കുറ്റവാളിയാകണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലേ ഗിരിയെ തനിക്ക് ഇറക്കാൻ കഴിയുമല്ലേ? എന്റെ അനിയത്തിയോട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മൂന്നിന് തോന്നുന്നുണ്ടോ? ഇത്രയും കാലം എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല മഞ്ജു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു. മഹിമയെ കുരുതി കൊടുത്തിട്ട് ഗിരിയെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവുന്ന താൻ പ്രതീക്ഷിക്കണ്ട. മുകുന്ദൻ എന്നെ പ്രാഗുവാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട്.